നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു. നടപടി വൈകുന്നത് ഞെട്ടിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ചത്. സർക്കാരിനെ കോടതി അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിച്ചു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ കമ്മീഷന് കൈമാറാനും ആവശ്യപ്പെട്ടു. ഓഡിയോ ക്ലിപ്പ് അടക്കം കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സർക്കാർ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ മറുപടി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടിയെടുത്തോ എന്ന് കോടതി ചോദിച്ചു. ഇതിനുശേഷമാണ് അന്വേഷണ സംഘത്തിന് കൈമാറാനായി നിർദ്ദേശിച്ചത്. ഇതോടെ ഹേമ കമ്മിറ്റിക്ക് മുമ്പിലെത്തിയ എല്ലാ പരാതിയിലും കേസ് എടുക്കേണ്ട സാഹചര്യം വരും. എല്ലാ മൊഴികളും അന്വേഷണ പരിധിയിലേക്ക് വരും. ഓഡിയോ ക്ലിപ്പുകൾ പീഡനത്തിന്റെ തെളിവാകും. മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനം. റിപ്പോർട്ടിൽ തീരുമാനമെടുക്കുന്നില്ല. കോടതിക്ക് നൽകിയ റിപ്പോർട്ട് അന്വേഷണ സമിതിക്ക് കൈമാറുക, അവരുടെ നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കിയെന്നറിഞ്ഞ ശേഷം ഇടപെടാമെന്നാണ് കോടതിയുടെ നിലപാട്. ഇതോടെ മറച്ചുവെച്ച എല്ലാ വിവരങ്ങളും സമിതിക്ക് പുറത്തു വരും. മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണം. ആരോപണ വിധേയരുടെ അടക്കം വിവരങ്ങൾ പുറത്തു വരരുത്. അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ പുറത്തുവിടരുത്. നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്നും കോടതി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടിവെച്ചതിൽ പിണറായി വിജയനും പ്രതിയാകാനുള്ള സാധ്യത ഏറെയാണ്. റിപ്പോർട്ട് 4.5 വർഷക്കാലമാണ് പിണറായി സർക്കാർ മൂടിവെച്ചത്. ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറിന്റെ ഉൾപ്പെടെയുള്ള 6 പൊതു താൽപര്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കോടതി ഉയർത്തിയത്. സാമൂഹ്യ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടു. ഗുരുതരമായ വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പരാതികളും മൊഴികളും നൽകിയ 52 ഇരകളുടെ വിവരങ്ങളാണ് സാംസ്കാരിക വകുപ്പും സർക്കാരും ചേർന്ന് മൂടിവെച്ചത്. ഇരുട്ടുമുറിയിൽ ഈ റിപ്പോർട്ട് സൂക്ഷിച്ചു വെച്ചത് എന്തിനായിരുന്നു? ഇതാണ് സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. ഹേമ റിപ്പോർട്ടിന്മേലുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല വിധി സീൽ വെച്ച കവറിൽ SITക്ക് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ട് കൈമാറാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്ന കാര്യമാണ് ഇവിടെ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ഉന്നതരാണ് ഇതിനു പിന്നിലെന്നും ഇവർക്ക് വേണ്ടിയാണ് സർക്കാർ ഒത്തുകളിച്ചത് എന്നുമാണ് ആരോപണം. ഈ ആരോപണം സിനിമാ മേഖലയിലടക്കം ഇപ്പോൾ ശക്തവുമാണ്.